പിന്നെ ഡാഡിക്ക് ഇപ്പൊ അത്ര സുഖമൊന്നുമില്ല. അത് പണ്ടേ സുഖമില്ലല്ലോ. എന്റെ പാറു അതല്ല, ശാരീരികമായി അത്ര സുഖത്തിലല്ലാന്ന്. അതാണ് ഇപ്രാവശ്യം മമ്മീനെയും കൊണ്ടുപോയത്. എന്നെയും കുറെ നിർബന്ധിച്ചതാ കൂടെ ചെല്ലാനായിട്ട്. പക്ഷെ എക്സാം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് മുങ്ങി. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അവിടെ പോയി അടിച്ചു പൊളിച്ചൂടായിരുന്നോ? ആ ബെസ്റ്റ്. അവരുടെ കൂടെ പോയി അടിച്ചു പൊളിക്കാനാ. ഇവിടെ കിട്ടുന്ന സമാധാനം പോലും അവിടെ കിട്ടൂല. അല്ല അപ്പൊ ഡാഡി ദുബായിന്ന് വിളിക്കൂലേ? പിന്നെ വിളിക്കൂലേ. പക്ഷെ ഇവളുടെ കൂടെ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഓരോ പ്രാവശ്യം വിളിക്കുമ്പോഴും ഇവളെ കൊണ്ട് ഞാൻ സംസാരിപ്പിക്കും. ആന്റിക്കും അങ്കിളിനെ എന്നെ ഭയങ്കര കാര്യ. എന്നെ കണ്ട് പഠിക്കാനാ ഇവളോട് പറഞ്ഞിരിക്കണേ. പക്ഷെ കേശുവിന്റെ ഇവളുടെ കാര്യം രഹസ്യമായിട്ട് അങ്കിൾ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവളെ നല്ലോണം ഒന്ന് നോക്കിക്കോളാൻ പറഞ്ഞിട്ടാ പോയത്. എങ്ങനെ കള്ളന്റെ താക്കോലെടുത്തിട്ട് പോയേക്കണേ. അതെ, നീ കൂടുതൽ പറയൊന്നും വേണ്ട. നീ ഒരു ഒറ്റ ഒരുത്തം കാരണം ഞാൻ ഇതൊക്കെ അനുഭവിക്കുന്നത്. നീ ഇപ്പൊ എന്നെ പള്ളു വിളിക്കാനാണ് ഇതിനകത്ത് കയറി വന്നത്. നിർത്ത് മെർലിനെ, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടാ. ഇനി എങ്ങാനും മെർലിന്റെ ഡാഡി വീഡിയോ കോൾ ചെയ്ത് എന്ത് ചെയ്യും? ഡാഡി അങ്ങനെ വീഡിയോ കോൾ ചെയ്യാനൊന്നും വഴിയില്ല. നീ ചെയ്താൽ തന്നെ ഞാൻ ഇങ്ങനെ ക്ലോസ് റേഞ്ചിൽ ഫോൺ പിടിച്ചിട്ട് സംസാരിക്കും. അതാവുമ്പോ ബാക്ക്ഗ്രൗണ്ട് ഒന്നും മനസ്സിലാവില്ലല്ലോ. ഇന്റലിജന്റ്. അല്ല, നീ ഇങ്ങോട്ട് വന്നുള്ള കാര്യം മമ്മിക്ക് അറിഞ്ഞൂടെ? മമ്മിക്ക് അറിയായിരിക്കും. എന്തായാലും മമ്മി പോണേന് മുന്നേ എന്നോട് പറഞ്ഞു, കേശുവിന്റെ വീട്ടിൽ പോവാണെങ്കിൽ ഒരു 1-2 മണിക്കൂർ അതിൽ കൂടുതൽ നിൽക്കണ്ടാവും. എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നാളെ വൈകുന്നേരം പോയാൽ മതി രണ്ടുപേരും. അല്ല, എന്താ നിങ്ങളൊന്നും പറയാത്തെ? ഞങ്ങളിവിടെ നിക്കുന്നതില് നിങ്ങക്ക് താല്പര്യമില്ലേ? അങ്ങനത്തെ പ്രശ്നം അതെന്ത് വർത്താനം മെർലിനെ? നിങ്ങളോടൊന്നോ നമുക്ക് അടിച്ചു പൊളിക്കാലോ. അതെ, അടിച്ചു പൊളിക്കാലോ. നമുക്ക് രാത്രി സിനിമയ്ക്ക് പോവാം. അത്രയ്ക്കൊന്നും വേണ്ട, നമുക്ക് പാട്ട് ഒക്കെ വെച്ച് ഡാൻസ് കളിക്കാം. അത് ചെയ്യാം. ഇവളെ ഈയിടായിട്ട് ഭയങ്കര ഡൗണാ. നമുക്ക് ഇവളൊന്ന് ഓണാക്കി എടുക്കണം. അതെന്ത് പറ്റി കേശുവേ? മെർലിൻ ഭയങ്കര ഡൗണ്. അതെന്തമ്മായി എന്റെ അടുത്ത് ചോദിക്കുന്നേ? അല്ല, മെർലിന്റെ കാര്യം നിന്റെ അടുത്ത് ചോദിക്കണമല്ലോ കേശുവേ. അമ്മായിയുടെ ഫണ്ണ്. പിന്നെ മെർലിനെ, താൻ ഇന്നിവിടെ തങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ താൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് ദേവി ഇത് പുറത്തോട്ടൊന്നും ഇറങ്ങല്ലേ. നീ പുറത്തോട്ട് ഇറങ്ങണത് നിന്റെ ഡാഡിയുടെ ഏതെങ്കിലും മെസ്സഞ്ചേഴ്സ് കണ്ടിട്ട് നേരെ മെസ്സേജ് അങ്ങോട്ട് പാസ് ചെയ്യും ദുബായിലോട്ട്. അങ്ങനെ അവിടുന്ന് നിന്റെ ഡാഡി നിന്റെ മമ്മിയും കളഞ്ഞിട്ട് അടുത്ത ഫ്ലൈറ്റ് കയറി ഇങ്ങോട്ട് വരും. എന്നിട്ട് ഈ വീട്ടില് ബോംബിടും. ഞാനെങ്ങാനും ഇതിന് കൂട്ടുനിന്നെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കാര്യത്തിൽ തീരുമാനമാവും. നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ പേടിപ്പിച്ചാ ഞാൻ എങ്ങനെ സന്തോഷമായിട്ട് ഇവിടെ നിക്ക? മെർലിൻ ഹാപ്പി ആയിട്ടിരിക്കെ. ഇന്നത്തെ ദിവസം മെർലിന് വേണ്ടിയാണ്. അങ്കിള് ദുബായിന്ന് വരുമ്പോ ഇവക്ക് വേണ്ടി ഏതെങ്കിലും ഒരു ചെറുക്കനെ കൊണ്ടായിരിക്കും മിക്കവാറും വരുന്നത്. ഏതവനെയാണോ പിടിച്ചോണ്ട് വരുന്നത്? ചേച്ചി, സീൻ ഡാർക്കാക്കല്ലേ. മോള് കുറെ കാലമായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്നതില്ലേ പറഞ്ഞേ? അപ്പൊ ഭക്ഷണമൊക്കെ എങ്ങനെയാ? പുറത്തുനിന്ന് മേടിക്കുവോ അതോ വെച്ചുണ്ടാക്കി കഴിക്കുവോ? ഓ, പുറത്തുനിന്ന് കഴിച്ചു മടുത്ത അമ്മൂമ്മ. ഇപ്പൊ കുക്ക് ചെയ്യാ സ്വന്തമായിട്ട്. അമ്മൂമ്മയ്ക്ക് അറിയോ, ഇവിടെ നന്നായിട്ട് കുക്ക് ചെയ്യും. ഈ ചിക്കനും ഫിഷൊക്കെ ഇല്ലേ, സൂപ്പറായിട്ട് വെക്കും. அப்படியா ரியா? அப்படின்னு ஒண்ணு செய். இன்னைக்கு நீ ஃபிஷ்ஷும் சிக்கனும் நீயே வை. പിന്നെന്താ, ഞാൻ ചെയ്യാലോ. പറഞ്ഞു വിട്ട സാധനങ്ങള് എല്ലാം ഉണ്ട്. எல்லாமே இருக்குல்ல? டே கேசு, உனக்கு வந்து தெரியுமா? ரியா வந்து ரொம்ப அருமையான குக்காம். ஃபிஷ்ஷும் சிக்கனும் எல்லாம் சூப்பரா சமைப்பாளாம். ഞാനേ സീരിയസ് ആയിട്ടൊരു കാര്യം ആലോചിക്കുമായിരുന്നു. എന്താണ് നീ സീരിയസ് ആയിട്ട് ആലോചിച്ചോണ്ടെന്ന്? ഞാൻ ഡാഡീനെ വിളിച്ചിട്ട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാലോ? കിച്ചണിൽ ഇന്നൊരു സെൽഫി അയച്ചു കൊടുക്കാം. ഓ, ഭയങ്കര കോമഡി. തമാശയൊന്നുമല്ല, ഞാൻ സീരിയസ് ആയിട്ടാ. നിനക്കിത് എന്നാ പറ്റി മെർലിൻ? എടി, എനിക്ക് എന്റെ വീട്ടിലോ എന്റെ ബന്ധുക്കളുടെ വീട്ടിലോ കിട്ടാത്തൊരു സമാധാനവും സന്തോഷമാണ് ഇവിടെ വരുമ്പോ. അതാ. അത് സ്വാഭാവികമല്ലേ, നമ്മുടെ വീട് പറഞ്ഞ പോസിറ്റിവിറ്റി തുളുമ്പുന്ന വീടല്ലേ. അത് ശരിയാ. പോസിറ്റിവിറ്റിക്ക് ആകുള്ളൊരു കുറവ് നിന്റെ വൃത്തിയായിട്ട സംസാരവും പെരുമാറ്റവും. അത് ശരിയാ. കേശുവിന്റെ ചില സമയത്ത് സംസാരം കേട്ട് കഴിഞ്ഞാ ഒരൊറ്റ അടി വെച്ചു കൊടുക്കാൻ തോന്നും. എന്റെ സംസാരല്ലേ, എന്റെ സംസാരല്ലേ മുമ്മ. അതെ, താൻ പറ, എന്റെ സംസാരത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പറ. അത് നമ്മളിപ്പോ കുറച്ചുകൂടെ അടുത്ത് കഴിഞ്ഞാലല്ലേ അറിയാൻ പറ്റുള്ളൂ കേശു. അമ്മൂമ്മേ, ഡാഡി മമ്മിയും ദുബായിന്ന് തിരിച്ചു വരുന്നവരെ ഞാൻ അമ്മൂമ്മയുടെ കൂടെ നിന്നോട്ടെ? ഓ, നിന്നോ. ബാക്കിയൊക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ഇതെന്തോന്ന് അമ്മൂമ്മ എടുത്ത് പെട്ടെന്നൊരു സ്നേഹം?
പെട്ടെന്നുള്ള സ്നേഹമൊന്നും അല്ല. അമ്മൂമ്മേനോട് എനിക്ക് പണ്ട് മുതലേ സ്നേഹം. അമ്മൂമ്മേനെ കാണുമ്പോഴേ എനിക്ക് എന്റെ വല്യമ്മച്ചീനെ ഓർമ്മ വരിക. മക്കളൊരു കാര്യം ചെയ്യും, അപ്പുറത്തോട്ട് ചെല്ല്. ഞങ്ങൾ ഇവിടെ കുറച്ച് പണികളൊക്കെ ഉണ്ട്, അതൊക്കെ തീർത്തിട്ട് അങ്ങോട്ട് വരാം. ഓക്കെ. டே கேசு மறக்காம ஃபிஷ்ஷும் சிக்கனும் வாங்கிட்டு கொடு, அவ குக் பண்ண போறா. അതൊക്കെ നമ്മളെ ലച്ചേച്ചിന്ന് കാശ് മേടിച്ചിട്ട് മേടിക്കൂലേ? അമ്മൂമ്മ വന്നാലും മേടിക്കും. തരുന്നുണ്ട്. ലച്ചേച്ചി